നമ്മൾ കാട്ടിലൂടെ ഒരു കുമ്പളല മോഷ്ടിക്കാൻ വേണ്ടി പോകണം. ഭയങ്കര കാടാണ്. താഴെയൊക്കെ നോക്കിപ്പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാട്ടിക്കൂടുള്ള എവിടെങ്കിലും കാണുന്നേ. ഇതുണ്ടോ കൊടുങ്കാട്. വനമൊന്നുമല്ല, ഫോറസ്റ്റൊന്നുമല്ല കേട്ടോ. അതിന് അങ്ങനെയുള്ള ചിന്തിക്കല്ലേ. ഇവിടെ കാട് കയറി കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നു, ഇവിടെ ഒന്ന് ദിക്ക് പോലും തെറ്റിപ്പോവും. ഒക്കെ പന്നിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. എന്നാലും അങ്ങനെ തെളിഞ്ഞ വഴിയും കാണുന്നില്ല. പാമ്പൊന്നും കടിക്കില്ല. ഉണ്ടോ ഒരാൾ പൊക്കത്ത് ചെടിയാണ്, അല്ല പോച്ചയുണ്ടോ. വേറൊന്നും ഇല്ലായിരുന്ന എൻ്റെ ഒരു ഓർമ്മ. ഇതൊക്കെ കാടായിട്ടാ. ഇവിടെ കുമ്പളൽ പറഞ്ഞ് കാണാനില്ല. മതി ഇവിടെ വന്നപ്പോഴാണ് ചാര് കണ്ടുണ്ട്. ചാര് മരം ഇതാണ്. ഈ ഇല ഉള്ളിടത്ത് ചാര് പൊള്ളുന്നതാണ് ഇതിൻ്റെ കറ. ആരും കയറി കെട്ടിപ്പിടിക്കുകയോ ചാരി നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിൻ്റെ കറ വീണാൽ മേലാകെ പൊള്ളും. അനുഭവം കൊണ്ടാണ് പറയുന്നത്. എൻ്റെ മേല് മൊത്തവും പൊള്ളിയതാണ്. ഇത്രയും കാടുണ്ടായിട്ട് ഒരു കുമ്പിൾ പോലും കാണാനില്ല. എന്ത് വട്ടയാണ്, എല്ലാം വളർന്നു വന്ന കാശാണ്. വട്ടയ്ക്ക് ഇങ്ങനെ മാർക്കറ്റുള്ള സംഭവമാണ് വട്ട എന്ന് പറയുന്നത്. എന്താ വട്ടയില്ല കേട്ടോ. ഇതാണ് വട്ട എന്നൊക്കെ പറയാൻ. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടോണേ. ഇതിൻ്റെ അതൊക്കെ ആയിരുന്നു പണ്ട് നമ്മൾ പൊതിയൊക്കെ കെട്ടുന്ന പണ്ടുള്ളവർ. ഞങ്ങൾക്കൊക്കെ ചോളം കെട്ടുമായിരുന്നു. ചോളമൊക്കെ ഈ വട്ടയിലേക്കകത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേന് ഞങ്ങളുടെ ഇവിടെ ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിനകത്ത്. ചോറായാലും ചോളം ഗോതമ്പൊക്കെ വേവിച്ച് വെക്കുന്നത് നല്ല അടിപൊളിയാണ്. അങ്ങനെ വട്ടയുടെ ഭയങ്കര തോട്ടം. വഴി തീർന്നു. ഞാൻ എവിടാന്ന് എനിക്കൊരു പിടുത്തമില്ലേ. പക്ഷെ അങ്ങ് പോവോ എവിടെയോ, എവിടെയെങ്കിലും ചെന്ന് കയറുമല്ലോ. ഇവിടെ കൂട്ടമായിട്ട് പന്നികൾ ഉണ്ടായിരുന്നൊക്കെയാണ് പറച്ചിൽ കേട്ടോ. രാത്രിയിലൊക്കെ കണ്ടവരുണ്ട്. പക്ഷേ രാത്രിയൊക്കെ ഭയങ്കര ശബ്ദമാണ്. ഇതെവിടെ നിൽക്കുന്നത് നമുക്കറിയത്തില്ല. എന്നാലും കുമ്പളപ്പം കഴിക്കണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കത്തില്ല. നമ്മൾ ഒരു ചെറിയ കുമ്പിളിൻ്റെ അടുത്തെത്തി. ഉണ്ടോ, ഇതാണ് കുമ്പിൾ. ശരിക്കും പറഞ്ഞത് മോഷണമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നാണ്. ഇതിങ്ങനെ എവിടെ ഉണ്ടോ അതിനോട് അടുത്തടുത്തടുത്ത് വേറെ കാണും എന്നാണ് പറച്ചിൽ. ഇവിടെയൊക്കെ ഭയങ്കര കാടാവും. ഞാൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇവിടെയൊക്കെ ഭയങ്കര കാടായി. കാടാണ്, കാട്. അങ്ങനെ കുറച്ച് വെളിച്ചമുള്ളിടത്തോട്ട് വന്നു. ഇതൊന്നും കാണുന്നില്ല ഒരെണ്ണം പോലും. അങ്ങനെ സത്യം പറഞ്ഞാൽ എവിടെയൊക്കെയാണെന്നൊരു പിടുത്തോ. ഓക്കെ, മനസ്സിലായി. ഭയങ്കര കാട് കയറി കിടക്കും ഇവിടെ മുഴുവൻ. ഞങ്ങളൊക്കെ ഓടി നടന്ന സ്ഥലങ്ങളാണ്. പക്ഷേ കാട് ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ആരും വരാറില്ല. എനിക്ക് തോന്നുന്നൊരു 10-15 വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, ഈ ഏരിയയിലോട്ടൊക്കെ വന്നിട്ട് തന്നെ
വർഷം മേളിൽ എന്തായാലും അയക്കണം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങളിവിടെ ഇടക്കാലത്ത് വെച്ചൊരു കൃഷി ചെയ്തു, എണ്ണപ്പന. ഒരു പ്രയോജനമില്ല, വെറും പാട് കൃഷി, വെറുതെ പുരയിടം കളഞ്ഞു എന്നല്ലാതെ ആർക്കും ഒരു മെച്ചമില്ല. മാഞ്ചിയും അക്യൂഷ്യ ഇതൊക്കെയുണ്ട്. ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ. ഇത്രയും കുമ്പളല കെട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് വിരിയാവുന്നതാണ് തോന്നുന്നത്. അല്ല, നമുക്കതാ കിട്ടിക്കഴിഞ്ഞു. വാവ്, നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് കാട്ടിലൊക്കെ നോക്കിയാൽ ഈ സംഭവം കിട്ടത്തുള്ളൂ. പിന്നെ വീട്ടുവളപ്പിലൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ വെട്ടിക്കളയും. ഭയങ്കര മണമാണ് കേട്ടോ, അന്യ മണം. ഇല നമ്മൾ പൊട്ടിക്കുമ്പോഴേ നല്ല മണം കിട്ടും. ഇതിങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. എന്തായാലും അങ്ങ് പറിക്കുക, എല്ലാം മൂത്തല്ലേ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിനി ഓടി നടന്നേ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇത്രയും നടന്നതല്ലേ, പറിച്ചേക്കാം.